വി.ഡി. സതീശൻ പറവൂർ വിട്ട് തൃക്കാക്കരയിലേക്ക്. പറവൂർ സുരക്ഷിതമല്ലെന്ന് റിപ്പോർട്ടുകൾ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തുടർച്ചയായി മത്സരിച്ച് വിജയിച്ചുകൊണ്ടിരുന്ന പറവൂർ ഉപേക്ഷിച്ച കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ടയെന്നറിയപ്പെടുന്ന തൃക്കാക്കരയിലേക്ക് മാറുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. കോൺഗ്രസ് എ ഗ്രൂപ്പിന്റെ ശക്തമായ എതിർപ്പ് മൂലം പരാജയ സാധ്യത കണക്കിലെടുത്താണ് സതീശൻ തന്നെ മണ്ഡലം മാറാൻ ആലോചിക്കുന്നത് എന്നാണ് അറിയുന്നത്. ഉമാ തോമസ് 1,00,000 വോട്ടിന് വിജയിച്ച മണ്ഡലത്തിൽ എത്ര എതിർപ്പുകൾ ഉണ്ടായാലും ജയിച്ചു വരാമെന്നാണ് സതീശന്റെ കണക്കുകൂട്ടൽ. പറവൂരിൽ ഇതുവരെ ശക്തനായ ഒരു ഇടത് സ്ഥാനാർത്ഥി എതിരാളിയായി വരാത്തതാണ് സതീശൻ അവിടെ തുടർച്ചയായി ജയിക്കുവാനുള്ള കാരണം. ഇപ്രാവശ്യം CPIക്ക് വേറെ സീറ്റ് നൽകി ലത്തീൻ കത്തോലിക്ക സമുദായത്തിൽ നിന്നും ഒരു സ്വതന്ത്രനെ നിർത്താനുള്ള ആലോചനയിലാണ് CPM. മണ്ഡലത്തിൽ ശക്തമായ സ്വാധീനമുള്ള ഒരു അഡ്വക്കേറ്റിന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. ലത്തീൻ സമുദായത്തിനും സീറോ മലബാർ സഭയ്ക്കും ഏറെ പ്രിയങ്കരനായ ഇദ്ദേഹം സ്ഥാനാർത്ഥിയായി വന്നാൽ സതീശന്റെ പരാജയം ഉറപ്പിക്കാമെന്നാണ് CPMന്റെ കണക്കുകൂട്ടൽ. കൂടാതെ കോൺഗ്രസ് പാർട്ടിയിലെ വിവിധ ഗ്രൂപ്പുകൾ തമ്മിലുള്ള പോരും തങ്ങൾക്ക് ഗുണകരമാകുമെന്നാണ് CPMന്റെ വിലയിരുത്തൽ. എന്നാൽ എ ഗ്രൂപ്പുകാരിയായ ഉമാ തോമസ് MLAയുടെ നിലപാട് മണ്ഡലം വെച്ചു മാറുന്നതിൽ വളരെ നിർണായകമാകും. പ്രമുഖ കോൺഗ്രസ് നേതാവ് PT തോമസിന്റെ ഭാര്യ എന്ന ലേബലിൽ മത്സരിച്ചു ജയിച്ച ഉമാ തോമസ് MLA എന്ന നിലയിൽ വമ്പിച്ച പരാജയമാണെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസിലുമുള്ളത്. സ്ത്രീ പീഡന പരാതിയിൽ കുറ്റാരോപിതനായ യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യമായി ഉമാ തോമസ് രംഗത്ത് വന്നതിനെതിരെ ഷാഫിയുടെ നേതൃത്വത്തിലുള്ള സൈബർ സംഘം അതിരൂക്ഷമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. മണ്ഡലം മാറ്റം ആഗ്രഹിക്കുന്ന സതീശന്റെ പിണിയാളുകളും ഉമാ തോമസിനെതിരെ സൈബർ ആക്രമണം നടത്തിയവരുടെ കൂട്ടത്തിൽ ഉണ്ടെന്ന് പറയപ്പെടും. അത്യാവശ്യ ഘട്ടത്തിൽ രാഹുലിനെ തള്ളിപ്പറഞ്ഞ സതീശന്റെ പരാജയത്തിൽ കുറഞ്ഞതൊന്നും രാഹുൽ ഷാഫി കൂട്ടുകെട്ട് ആഗ്രഹിക്കുന്നില്ല എന്നത് പകൽ പോലെ വ്യക്തമാണെന്ന് സതീശൻ വിഭാഗം കണക്കുകൂട്ടുന്നു. 1/2 ഡസനോളം കോൺഗ്രസ് നേതാക്കന്മാരാണ് മുഖ്യമന്ത്രി കുപ്പായം തുന്നി കാത്തിരിക്കുന്നത്. വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, K. സുധാകരൻ, ശശി തരൂർ, അടൂർ പ്രകാശ് എന്നിവരാണ് ഭാവി മുഖ്യമന്ത്രി പദത്തിനായി പ്രധാനമായും യുദ്ധം ചെയ്യുന്നത്. അവസരം കിട്ടിയാൽ മുഖ്യമന്ത്രിയാകാൻ തയ്യാറാണ് എന്ന നിലപാടിലാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും K. മുരളീധരനും. ഇത്രയും നേതാക്കന്മാരെ ഒതുക്കി വി.ഡി. സതീശന് മുഖ്യമന്ത്രിയാകാൻ കഴിയുമോ എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ചോദ്യമാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ UDFന് അധികാരത്തിൽ എത്താനാകില്ല എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഒരു വേള UDF അധികാരത്തിൽ എത്തിയാൽ തന്നെ സതീശന് മുഖ്യമന്ത്രിയാകാൻ സാധിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്ന സതീശന് പണ്ട് മാരാരിക്കുളത്ത് VS അച്യുതാനന്ദനുണ്ടായ അനുഭവം ഉണ്ടാകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.